സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ 6 മരണമാണ് ഉണ്ടായത്. തിരുവനന്തപുരം അരുവിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട് മരണം സംഭവിച്ചു. അരുവിക്കര സ്വദേശി അശോകനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കാവൽക്കടവ് സ്വദേശി ഷോൺജി ജാക്സൺ ആണ് മരിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോട്ടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. മഴ സാഹചര്യങ്ങളുമായും ദുരന്തങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും തൃശ്ശൂരിൽ നിന്ന് മനോജും കാസർഗോഡ് നിന്ന് ദിസ്ന സുരേഷും ഉണ്ട്. ആദ്യം മനോജിലേക്കാണ്. മനോജ്, മഴയുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ സാഹചര്യം എങ്ങനെയാണ് ജില്ലയിൽ? ലക്ഷ്മി, രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശിയായിട്ടുള്ള പാറേക്കാട്ടിൽ ഷോൺസി ജാക്സൺ എന്ന 12 വയസ്സുകാരനാണ് ഈ മുങ്ങി മരിച്ചിട്ടുള്ളത്. കോട്ടയം രാജഗിരി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. ഇന്നലെ രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചത്. ഇതിൽ തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. ഈ തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ആനാപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപത്തുള്ള പുഴയിൽ ഈ കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി ബാക്കി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് മഴ ലഭിച്ചിരിക്കുന്നത് അതിരപ്പള്ളി മേഖലയിലാണ്. അതോടൊപ്പം ചിമ്മിനി, വിലങ്ങാംകുന്ന്, ചാലക്കുടി, വെള്ളാനിക്കര മേഖലയിലും ഈ മഴ ശക്തമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ റോഡിലെ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ രൂക്ഷമായിരുന്നു. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ, അതായത് ഈ ഒരാഴ്ചക്കിടെ പല സംഭവങ്ങളും ഉണ്ടായി. ആശുപത്രിക്കുള്ളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഗുരുവായൂർ മേഖലയിലൊക്കെ അമ്പലത്തിന് ചുറ്റുമൊക്കെ നിരവധി പേരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. അവിടെയൊക്കെ തന്നെ വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. റോഡിൽ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പെയ്ത മഴയിൽ അത്രയധികം വെള്ളക്കെട്ട് രൂക്ഷമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ലക്ഷ്മി. ശരി, മനോജാണ് തൃശ്ശൂരിൽ നിന്നും ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം പറഞ്ഞത്. ഇപ്പോൾ ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, മഴയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, അത് ജീവനുകളൊക്കെ കവർന്നെടുക്കുന്ന സാഹചര്യം, ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് 6 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരം അരുവിക്കരയിൽ നിന്ന് അങ്ങനെ ഒരു ദുരന്ത വാർത്ത ഉണ്ട്. മാത്രമല്ല, മഴയുമായി ബന്ധപ്പെട്ട മറ്റു കെടുതികൾ എങ്ങനെയാണ് പൊതുവിലുള്ള സാഹചര്യം, മഴ സാഹചര്യം? ലക്ഷ്മി, തിരുവനന്തപുരത്ത് സമാനമായ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒഴുക്കിൽപ്പെട്ട ഒരു മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അശോകനാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. 56-കാരനായ അശോകൻ കുളിക്കുന്നതിനോ മറ്റോ പുഴയിൽ ഇറങ്ങിയപ്പോൾ കാൽ വഴുതിയതാകാം ഇത്തരത്തിലൊരു മരണകാരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായും പോലീസ് വിലയിരുത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഒഴുക്കിൽപ്പെട്ട് പിന്നീട് കിള്ളിയാറിന് സമീപത്ത് നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഔദ്യോഗികമായി ലഭിച്ചത്. തുടർന്ന് മറ്റു നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം മാറ്റിയിട്ടുമുണ്ട്. സംസ്ഥാന വ്യാപകമായി പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം തലസ്ഥാന ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം വർക്കല മേഖലയിൽ കുന്നിടിഞ്ഞു വീണ അപകടം ഉണ്ടായിട്ടുണ്ട്. വർക്കല പാപനാശം ബീച്ചിന് സമീപമാണ് അത്തരത്തിലൊരു മണ്ണിടിഞ്ഞ അപകടം ഉണ്ടായത്. നിലവിൽ ആളപായമില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ബലിക്കടവിനടക്കമുള്ള മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലെ മരം പിഴുത് വീണ് സ്കൂളിന്റെ വാഹനം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെയും മറ്റ് ആളപായങ്ങളോ വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മതിലിടിഞ്ഞു വീണും അപകടം നെയ്യാറ്റിൻകര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. തൊട്ട് സമീപത്ത് തന്നെ നെയ്യാറ്റിൻകര നെടുമങ്ങാട് മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വലിയ രീതിയിലുള്ള മഴക്കെടുതിയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും താഴ്ന്ന മേഖലയിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തലസ്ഥാന ജില്ലയിൽ രാവിലെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും വരും മണിക്കൂറിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ തമിഴ്നാടിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുള്ളതും മഴ ശക്തമാകാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. 2 ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ മേഖലകളിലെ ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വേനൽ മഴ, കടുത്ത ചൂട് കഴിഞ്ഞ് വേനൽ മഴ ആരംഭിച്ചപ്പോൾ തന്നെ നഗരത്തിലുണ്ടായ വെള്ളക്കെട്ട് അതിന് ശമനമില്ലല്ലോ അല്ലെ? മാത്രമല്ല, ജലാശയങ്ങളൊക്കെ കരകവിയുന്ന സാഹചര്യം, കിള്ളിയാർ കരകവിഞ്ഞ് ജഗതി ബണ്ട് റോഡ് മേഖല വെള്ളത്തിലായി, വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്നുള്ള വാർത്ത ഏറ്റവും പുതുതായി വരുന്നുണ്ടല്ലോ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ പല തോടുകളുടെയും ശുചീകരണം, നവീകരണ നടപടികൾ കൃത്യമായി പൂർത്തിയാകാത്തതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കും ഒപ്പം തന്നെ കെടുകാര്യസ്ഥതയ്ക്കും കാരണമായി നമുക്ക് വിലയിരുത്തപ്പെടേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.
തിരുവനന്തപുരം കരമന കിള്ളിയാർ അടക്കം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം. ജഗതി മേഖലയിൽ അടക്കം നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു പശ്ചാത്തലം നിലവിൽ നിൽക്കുന്നുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് പാർവതി പുത്തനാർ അടക്കമുള്ള മേഖലകളിൽ കാടുകൾ തിങ്ങി വളർന്നതും അതിന്റെ ശരിയായ നവീകരണം നടത്താത്തതും ഈ ഓടകളിലൊക്കെ എത്തുന്ന അഴുക്കും ഒക്കെയായി അവിടെ വലിയ രീതിയിലുള്ള ഒഴുക്കിനെ അത് ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെ വെള്ളക്കെട്ടിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ റോഡുകളോട് ചേർന്നുള്ള കുഴികൾ, ഒപ്പം തന്നെ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുഴിച്ച കുഴികളിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണെങ്കിൽ സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ദൂരമുള്ളത്. സ്വാഭാവികമായും ഈ വെള്ളക്കെട്ടിൽ വീണ് അപകടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നിൽക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം നഗരസഭയ്ക്കെതിരെ നടത്തുന്നുമുണ്ട്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിക്ക് സമാനമായി തലസ്ഥാന ജില്ലയിലും പാളിയതിന്റെ കാഴ്ചകളാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളതാണ് വിമർശനമായി ഉയരുന്നത്. ലക്ഷ്മി, സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. കാസർഗോഡ് ദിസ്ന സുരേഷ് ഉണ്ട്. കാസർഗോഡ് ദിസ്ന, 14കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു എന്നുള്ള ദുരന്ത വാർത്ത, അത് ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണോ? എന്താണ് മഴയുമായി ബന്ധപ്പെട്ട് അവിടെ നൽകാനുള്ള വിവരങ്ങൾ? ഈ കാസർഗോഡ് ജില്ലയിൽ 2 ദിവസമായി കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ മഴയിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യമാണുള്ളത്. കാഞ്ഞങ്ങാട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥിയാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. അരീവട്ടത്തോടിലെ അബ്ദുൾ കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് 12ഓടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. അരൈ കാർത്തിക പുഴയിലാണ് അപകടം ഉണ്ടായത്. സിനാൻ 2 സുഹൃത്തുക്കൾക്കോടൊപ്പം, നമുക്കറിയാം സ്കൂളുകളൊക്കെ വിദ്യാലയങ്ങൾക്കൊക്കെ അവധിയുള്ള സമയമാണ്. ഈ സമയത്ത് കുട്ടികൾക്കൊക്കെ പുഴയിലൊക്കെ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും സുഹൃത്തുക്കളോടൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് ഈ വിദ്യാർത്ഥി. അപ്പോഴായിരുന്നു പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പിന്നീട് നാട്ടുകാരെ ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാലും ആളുകളൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും വലിയ ദാരുണമായ ഒരു അന്ത്യമാണ് ഈ സമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലക്ഷ്മി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.